ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ചെറുപഴമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാവുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 5 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നല്ലതുപോലെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് ഇത് വെച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് നമ്മൾ നല്ലതുപോലെ ഇതിൽ നിന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ വേവിച്ചെടുക്കണം എന്തിനെന്ന് വെച്ചാൽ, അല്ലാന്നുണ്ടെങ്കിൽ ആ പഴത്തിൻ്റെ ആ ഒരു പച്ചപ്പ് ഉണ്ടാകും. അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. എന്നാൽ ശരി, ഒരു 3 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ പഴമെല്ലാം ഇപ്പോൾ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ പഴം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഇഡ്ഡലി തട്ട് തന്നെ വേണമെന്നില്ല. നമ്മൾ സാധാരണ എങ്ങനെയാണോ ഇതുപോലെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നത് ആ ഒരു തട്ട് തന്നെ മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് അളവിൽ അരിയാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ചോറ് വെക്കാൻ വേണ്ടി എടുക്കില്ല അരി, ആ അരിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. 1/2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. അരിയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ട് വരില്ലേ, ആ ഒരു രീതി വരുന്നത് വരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് വറുത്തിട്ട് കിട്ടും. നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഏകദേശം 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇനി ഒരു 2 മിനിറ്റും കൂടി ഉണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ അരിയെല്ലാം മുരിഞ്ഞിട്ട് വരും. ഇപ്പോൾ ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ അരിയെല്ലാം പിന്നീട് കിട്ടുന്നത്. നല്ലതുപോലെ നല്ല വൈറ്റ് കളറിൽ നന്നായിട്ട് മുരിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇനിയും നമ്മളിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിൽ കരിയാതെ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കടായിയുടെ ചൂട് കൊണ്ടിട്ട് കളറ് മാറിയിട്ട് പോകും. അതിൻ്റെ പേരിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൗഡർ പോലെ അങ്ങനെ പൊടിഞ്ഞിട്ട് പോകാൻ പാടില്ല. ഇച്ചിരി ചെറുതായിട്ടുള്ള തരി കിടന്നാലും കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അരിയെല്ലാം ഞാനിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വേവിച്ച് വെച്ചിരുന്ന പഴം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഈ അരിയെല്ലാം പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടിയാണ്. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര കൂടിയാണ്. അപ്പോൾ കല്ലില്ലാത്ത ശർക്കര നോക്കി വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. കല്ലുള്ള ശർക്കര ആണെന്നുണ്ടെങ്കിൽ ആ ശർക്കര പാനി മാത്രം ചേർത്താൽ മതിയാവും. നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം അതിനുശേഷം പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുകയാണ്. നല്ല ഏലക്കയുടെ മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടെ തന്നെ ഇച്ചിരി മധുരമായതിൻ്റെ പേരിൽ തന്നെ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നത് നടക്കുന്ന കാര്യമല്ല. അതിൻ്റെ പേരിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ കുഴഞ്ഞിട്ട് കിട്ടും നന്നായിട്ട്. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ ആ പഴത്തിൻ്റെയും അരിയുടെയും ഏലക്കയുടെയൊക്കെ നല്ലൊരു മണമൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കൂടെ തന്നെ കുറച്ച് ബഡ് കംസ് കൂടി എടുത്തിട്ടുണ്ട്. ബഡ് കംസ് നിർബന്ധമില്ല, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയതായാലും മതിയാവും. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബഡ് കംസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ചെറിയ ബോൾസാക്കി തയ്യാറാക്കി എടുത്തതിന് ശേഷം ബഡ് കംസിലൊന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബോൾ സ്നാക്സ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് എപ്പോഴെല്ലാം തോന്നുന്നു അപ്പോഴെല്ലാം തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടെ നല്ലൊരു ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല.
അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.